Hello, my dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമ്മിലെ 2031 ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ഉണ്ട്. എന്താണ് കറണ്ട്, വോൾട്ടേജ്, EMF, റെസിസ്റ്റൻസ്. ഓക്കെ, എന്താണ് ആറ്റം? ആറ്റം എന്ന് പറഞ്ഞാൽ നോൺ ഡിവിസിബിൾ പാർട്ട് ഓഫ് ആൻ എലമെന്റ്. ഏതൊരു വസ്തുവിനെയും വിഭജിക്കാനാവാത്ത അവസ്ഥ, ആ കണികയെ വിളിക്കുന്ന പേരാണ് ആറ്റം. ആറ്റത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും, അതുപോലെ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ ഒരാറ്റത്തിൽ നിന്ന് മറ്റൊരാറ്റത്തിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ പ്രവാഹത്തെ, ആ ഫ്ലോയെ പറയുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ എ കണ്ടക്ടർ. അല്ലേ പറയാം, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ ആറ്റം ഇൻ എ കണ്ടക്ടർ. ഈ ഇലക്ട്രോൺസ് ഒരാറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ നമ്മളവിടെ എന്ത് കൊടുക്കണം? ഒരു ഫോഴ്സ് കൊടുക്കണം. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ്. വോൾട്ടേജ് ഇസ് എ ഫോഴ്സ് ടു ക്രിയേറ്റ് എ കറണ്ട് ഫ്ലോ ഇൻ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ് വോൾട്ടേജ്. കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കൊടുക്കണം. ആ വോൾട്ടേജിന് വിളിക്കുന്ന പേരാണ് EMF, ഇലക്ട്രോ മോട്ടീവ്. അതിന് എക്സാമ്പിളാണ് ബാറ്ററി, അതുപോലെ ജനറേറ്റർ. ഒരു കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോൺ പ്രവാഹത്തെ ബ്ലോക്ക് ചെയ്യാനുള്ള ആ വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് ഓപ്പോസ് കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്. അതിലൂടെയുള്ള കറണ്ട് ഫ്ലോയിനെ ഓപ്പോസ് ചെയ്യാനുള്ള ആ വസ്തുവിൻ്റെ കഴിവിനെ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്റ്റേറ്റ് ലോ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് മെൻഷൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. ഏതൊരു വസ്തുവിൻ്റെയും റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, ലെങ്ത്, ക്രോസ് സെക്ഷണൽ ഏരിയ, അതുപോലെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, ഡിപ്പെൻഡ്സ് ഓൺ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസും കൂടും, ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞാലോ റെസിസ്റ്റൻസ് കുറയും. ക്രോസ് സെക്ഷൻ ഏരിയ കൂടിക്കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് കുറയും, ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാലോ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അതിനാസ്പദമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷനാണ് R is equal to rho L by A, ohms. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ സർക്യൂട്ട് കണ്ടെയ്നിങ് 3 ഈക്വൽ റെസിസ്റ്റൻസ് ഓഫ് R ohm in parallel. Also derive an expression for equivalent resistance of the circuit. ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു സപ്ലൈ വോൾട്ടേജ് V ഉണ്ട്, 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 നമ്മൾ പാരലൽ കണക്ട് ചെയ്തിട്ട് സപ്ലൈ വോൾട്ടേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന കറണ്ടാണ് I. ആ I സ്പ്ലിറ്റ് ആയിട്ട് I1, I2, I3 എന്ന് സ്പ്ലിറ്റ് ആയിട്ട് 3 ബ്രാഞ്ചിലൂടെ ഒഴുകും. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1 റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടാണ്, I2 പറഞ്ഞാൽ R2 ഒഴുകുന്ന കറണ്ടാണ്, I3 പറഞ്ഞാലോ R3 ഒഴുകുന്ന കറണ്ടാണ്. ടോട്ടൽ കറണ്ട് I സമം നമുക്ക് എന്ത് പറയാം? I1 പ്ലസ് I2 പ്ലസ് I3. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V is equal to IR ആണ്. അപ്പോൾ R1 എന്ന റെസിസ്റ്ററിലൂടെ I1 എന്ന കറണ്ട് ഒഴുകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് V1, അതുപോലെ V2, V3. അപ്പോൾ V1 is equal to നമുക്ക് എന്ത് പറയാം? I1 R1. V2 is equal to I2 R2. V3 is equal to എന്ത് പറയാം? I3 R3. ഒരു പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ സപ്ലൈ വോൾട്ടേജ് V is equal to V1 is equal to V2 is equal to V3 ആണ്. അപ്പോൾ V അതിൽ കോമൺ ആണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം I is equal to V by R1. അങ്ങനെ വരുമ്പോൾ I1 is equal to V by R1, I2 is equal to V by R2, I3 is equal to V by R3. അപ്പോൾ I is equal to നമുക്കറിയാലോ I1 plus I2 plus I3 അല്ലേ, അത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും?
1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അതാണ് പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസിന്റെ ഇക്വലിനെ കാണാനുള്ള ഇക്വേഷൻ. 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3 plus etc. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഫാരഡേന്റെ ഫസ്റ്റ് ലോ പറഞ്ഞിട്ടുള്ളത് whenever a conductor placed in a varying magnetic field, an electromotive force induced in it. If the conductor circuit is closed, a current is induced. അതായത് ഒരു വാരിങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകും. ഇനി ആ കണ്ടക്ടർ സർക്യൂട്ട് ക്ലോസ് ആണെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യും? ഒരു കറണ്ട് കൊടുക്കും. അതാണ് ഫാരഡേന്റെ ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF in a coil is equal to rate of change of flux linkage. ഉണ്ടാവുന്ന EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിന് ഈക്വൽ ആയിരിക്കും. ഈസ് ഈക്വൽ ടു -m d∅dt. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഡിഫൈൻ ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു ആൾട്ടർനേറ്റീവ് വോൾട്ടേജ്. ആൾസോ ഡ്രോ ആൻ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് വേവ് ഫോം ആൻഡ് മാർക്ക് ദീസ് പാരാമീറ്റേഴ്സ് ഓൺ ഇറ്റ്. താഴെ ഫിഗറിൽ നോക്കുമ്പോൾ ഒരു സൈൻ വേവ് ഫോം കാണിച്ചിട്ടുണ്ട്. അതിലൊന്ന് പോസിറ്റീവ് സൈക്കിളും ആണ്, ഒന്ന് നെഗറ്റീവ് സൈക്കിളും ആണ്. എക്സ് ആക്സിസ് ടൈം കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? വോൾട്ടേജും കാണിച്ചിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ വേവ് ആണ് ഓൺ ഐദർ സൈഡ്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലോ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ കിട്ടുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന് വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a waveform reaches a complete set of positive and negative value is known as cycle. അതായത് വേവ് ഫോമിൽ പോസിറ്റീവിലും നെഗറ്റീവിലും മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തുകൊണ്ട് കിട്ടുന്നതിന് എന്ത് പറയാം? വൺ സൈക്കിൾ എന്ന് പറയുന്നു. അതായത് 0-ൽ നിന്ന് തുടങ്ങി പോസിറ്റീവ് മാക്സിമം, പിന്നെ തിരിച്ച് 0, പിന്നെ നെഗറ്റീവ് മാക്സിമം, പിന്നെ 0 എത്തുമ്പോഴാണ് ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവുന്നത്. When a waveform reaches a complete set of positive and negative value is called one cycle. അടുത്തായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3 പവറാണ്. അതായത് AC-ലാവട്ടെ DC-ലാവട്ടെ നമുക്ക് 3 പവറാണ് ഉള്ളത്. അതിൽ പവർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ. ആക്റ്റീവ് പവർ പറഞ്ഞാൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട്. അതായത് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഡ് നമുക്ക് കിട്ടുന്ന പവറിന് നമുക്ക് എന്ത് പറയാം? ആക്റ്റീവ് പവർ എന്ന് പറയുന്നു. റിയാക്റ്റീവ് പവർ പറഞ്ഞാൽ നമുക്ക് ലോസ് ആവുന്നത് പവറാണ്. അതായത് അത് സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് വരികയും ചെയ്യും, തിരിച്ച് ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് തന്നെ പോയി നമുക്ക് കിട്ടാതെ പോകുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റീവ് പവർ. ഇനി ആക്റ്റീവ് പവറിന്റെ റിയാക്റ്റീവ് പവറിന്റെയും കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് പവർ. ആക്റ്റീവ് പവർ പറഞ്ഞാൽ quantity of power that is dissipated or that does productive work in the circuit. ഒരു സർക്യൂട്ടിൽ കിട്ടുന്ന പവറിനെ ആക്റ്റീവ് പവർ എന്ന് പറയുന്നു. സൂചിപ്പിക്കുന്ന ലെറ്റർ P ആണ്. P is equal to VI cos phi. Reactive power is the power that comes back and forth between the source and load. അതായത് സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് പോയി തിരിച്ച് ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് തന്നെ വന്നു പോകുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റീവ് പവർ. നമുക്ക് ആ പവർ ഒരിക്കലും കിട്ടുന്നില്ല, നമുക്ക് ലോസ് ആവുന്ന പവറാണ്. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അതിൻ്റെ സൂചിപ്പിക്കുന്ന ലെറ്റർ S ആണ്. S is equal to P plus JQ ആണ്. S is equal to I square Z എന്നൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഓക്കെ, അടുത്ത നമുക്കത് പവറിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. എ സിംഗിൾ ഫേസ് ലോഡ് അറ്റ് 220 വോൾട്ട് ഡ്രോസ് എ കറന്റ് ഓഫ് 3 ആംപിയർ അറ്റ് എ പവർ ഫാക്ടർ 0.8 ലാഗ്. കാൽക്കുലേറ്റ് ആക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ, റിയാക്റ്റീവ് പവർ. നമുക്കറിയാം വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? 220 വോൾട്ട്. കറണ്ട് എത്ര ഉണ്ട്? 3 ആംപിയർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos y ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 0.8. അപ്പോൾ ആക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. P is equal to VI cos y. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 220 × 3 × 0.8 ചെയ്ത് കഴിഞ്ഞാൽ 528 വാട്ട്. ഇനി അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ VI ആണ്. 220 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 660 വോൾട്ട് ആംപിയർ കിട്ടി. ഇനി റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI sin phi ആണ്. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? cos phi ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ phi കാണുന്നതിന് വേണ്ടി cos ഇൻവേഴ്സ് cos phi വാല്യൂ അടിക്കുന്നു.
അപ്പോൾ ഫൈ കിട്ടി നമുക്ക് 36.86 ആണ്. അത് സൈൻ ഫൈ കണ്ടപ്പോൾ എത്രയായി? 0.599. അപ്പോൾ നമുക്ക് റിയാക്റ്റീവ് പവർ അറിയാലോ, VI സൈൻ ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 395.34 വാർ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് ആണ് പവറിൻ്റെ പ്രോബ്ലം. ഇത് ജസ്റ്റ് നോക്കിയുണ്ട്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഒരു ഇലക്ട്രിസിറ്റി ബില്ല്. ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാ ക്വസ്റ്റ്യനുകളിലും ഉണ്ടാകുന്ന ചോദ്യമാണ്. നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നിട്ടില്ല എന്താ വെച്ചാൽ 4 ട്യൂബ് ഉണ്ട്, 40 വാട്ടാണ്. അത് ഡെയിലി 6 അവർ വർക്ക് ചെയ്യുന്നു. അതുപോലെ ഒരു അയൺ ബോക്സ് ഉണ്ട്, 750 വാട്ട്, ഡെയിലി 1 അവർ വർക്ക് ചെയ്യുന്നു. 4 ഫാൻ ഉണ്ട്, 60 വാട്ട്, 10 അവർ വർക്ക് ചെയ്യുന്നു. ഒരു മിക്സി 750 വാട്ട് ഉണ്ട്, ഡെയിലി 1 അവർ വർക്ക് ചെയ്യുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കിലോ വാട്ട് കണ്ടുപിടിക്കണം. പിന്നെ എനർജി കൺസപ്ഷൻ ഒരു ഡേയിലെ കണ്ടുപിടിക്കണം. പിന്നെ ഏപ്രിൽ മാസത്തിൽ 3 രൂപ വെച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ലും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ബോക്സ് ആയിട്ട് ചെയ്യാം. ആ ബോക്സ് ആകും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐറ്റം എത്ര നമ്പർ ഉണ്ട് നോക്കുക, അതിൻ്റെ വാട്ട് എത്രയാണ് നോക്കുക, ടോട്ടൽ വാട്ട് എത്രയാണ് നോക്കുക, എന്നിട്ട് അതിനെ കിലോ വാട്ടിലേക്ക് ആക്കുക. എന്നിട്ട് ടൈമോട് ഗുണിച്ച് അതിനെ കിലോ വാട്ട് അവറിലേക്ക് മാറ്റും. ഇപ്പോൾ ട്യൂബ് ലൈറ്റ് 4 ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നിൻ്റെ വാട്ട് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ ടോട്ടൽ വാട്ട് എത്ര വരിക? 4 × 40 160. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോഴാണ് വാട്ടിനെ കിലോ വാട്ടിലേക്ക് എത്തുക. അപ്പോൾ എത്രയും 0.16 ആയി. അത് ഒരു ദിവസം 6 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 0.16നെ 6 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്തായി? 0.96 ആണ് അതിൻ്റെ കിലോ വാട്ട് അവർ. ഇതേപോലെ അയൺ ബോക്സ് കണ്ടുപിടിക്കുക, ഫാന്, മിക്സി എല്ലാം കണ്ടുപിടിക്കുക. ഈ ഒരു ടേബിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാല്യൂ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും. ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എല്ലാ കിലോ വാട്ട് അവറും കൂടെ ആഡ് ചെയ്യാം. എല്ലാ കിലോ വാട്ട് അവറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 4.86 കിലോ വാട്ട് അവറാണ് ഒരു ഡേയിൽ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ കിലോ വാട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.9 കിലോ വാട്ട് കിട്ടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് ഏപ്രിൽ മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തെ എനർജി ഇൻറ്റു ആ മാസത്തെ 30 ദിവസം ഇൻറ്റു 3 രൂപ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഏപ്രിൽ മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല്. അടുത്തൊരു ചോദ്യമാണ് എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്, അതുപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലിൽ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ദാറ്റ് കോസ് എ റിവേഴ്സ് EMF to be induced in a coil or a circuit due to the change in the flow of current in the same coil or circuit. അതായത് ഒരു കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം അവിടെ ഒരു EMF ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ആ പ്രോസസ്സാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഇപ്പോൾ ഒരു കോയിലിൽ ഒരു കറണ്ട് ഒഴുകുന്നത് മൂലം തൊട്ടടുത്തിരിക്കുന്ന നൈബറിംഗ് കോയിലിൽ ഒരു EMF ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് കോയിൽസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു കോയിലെ പ്രോപ്പർട്ടി ആയിരിക്കും സെൽഫ് ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ പെയർ ഓഫ് കോയിൽ. അതായത് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ 2 കോയിലും 3 കോയിലും അനിവാര്യമായിട്ട് വരും. പിന്നെ L എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയിലാണ്. പിന്നെ സെൽഫ് ഇൻഡക്ഷൻ ഓഫ് കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഡയമെൻഷൻ ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൽ എന്തായിരിക്കും? ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഡയമെൻഷൻ ആണ്, ആസ് വെൽ ആസ് റെസ്പെക്റ്റീവ് ഓറിയന്റേഷൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ ഒരു കോയിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്ത് ആ കറണ്ടിന് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുമ്പോൾ അവിടെ EMF ഉണ്ടാവുന്നതിന് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നു. തൊട്ടടുത്തിരിക്കുന്ന 2 കോയിലുകളിൽ ഏതെങ്കിലും ഒരു കോയിലിക്ക് സപ്ലൈ കൊടുക്കുന്നതിന്റെ ഭാഗമായി തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു EMF ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് വർക്കിംഗ് ഓഫ് ട്രാൻസ്ഫോമർ. എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് AC മെഷീനാണ്. അതായത് റൊട്ടേറ്റിംഗ് പാർട്ടൊന്നുമില്ലാതെ നിശ്ചലമായിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ് ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ഇനി എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അടുത്തടുത്തിരിക്കുന്ന 2 കോയിൽ ഏതെങ്കിലും ഒരു കോയിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന്റെ ഭാഗമായി തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു EMF ഉണ്ടാകുന്നതിന് വിളിക്കുന്നവരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൽ 2 കോയിലുണ്ട്. ഒരു കോയിൽ നമുക്ക് പ്രൈമറി വൈൻഡിങ് എന്നും ഒരു കോയിൽ നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി വൈൻഡിങ് എന്നും പറയുന്നു.
സപ്ലൈ കൊടുക്കുന്നതിന് പ്രൈമറി എന്നും ലോഡ് കൊടുക്കുന്നതിന് സെക്കൻഡറി വൈൻഡിങ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് വൈൻഡിങ്ങും ഒരു കോറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ എന്ത് പറയാം? കോയിൽസ് ആർ ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ബട്ട് മാഗ്നറ്റിക്കലി ലിങ്ക്ഡ്. ഇനി നമ്മൾ സപ്ലൈ പ്രൈമറിക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലെന്തുണ്ടാവും? സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫ്ലക്സ് ഉണ്ടാവും, അതിലൊരു കോയിൽ ഫ്ലക്സ് ഉണ്ടാവും, അതിൽ EMF ഉണ്ടാവും. അത് തൊട്ടടുത്തേക്കുന്ന കോയിലിൽ കൂടി ഉണ്ടായി സെക്കൻഡറി ലോഡിൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടുന്നു. അതാണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. Work on the alternating current only because an alternating flux is required for mutual induction between the two winding. അതായത് ട്രാൻസ്ഫോമറിക്ക് നമ്മൾ AC കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ alternating flux ഉണ്ടായാൽ മാത്രമേ എന്തുള്ളൂ അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ അകത്ത് ഒരു EMF കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ട്രാൻസ്ഫോമറിക്ക് AC കൊടുക്കുന്നത്. ഇനി when AC supply is given the primary winding a certain voltage, ആ alternating flux is set up in the core of the transformer. നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? ഒരു alternating flux ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലക്സ് സെക്കൻഡറി വൈൻഡിങ്ങിൽ പോയി ലിങ്ക് ചെയ്തിട്ട് അവിടെ കൂടി ഒരു EMF ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. ആ ഉണ്ടാവുന്ന EMFന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി വൈൻഡിങ് കൊടുത്ത വോൾട്ടേജിന്റെ ഡയറക്ഷന്റെ ഓപ്പോസ് ആയിരിക്കും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് സിംബൽസ് ആൻഡ് ട്രൂത്ത് ടേബിൾ ഓഫ് ലോജിക് ഗേറ്റ്. ഈ ലോജിക് ഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്ന 3 ഗേറ്റ് ബേസിക് ആയിട്ടുള്ള ഗേറ്റ് ഉണ്ട്, നോട്ട് ആൻഡ് ഓർ. നോട്ട് ഗേറ്റ് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻവേർഷൻ ഗേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്കാണ്. ഇലക്ട്രോണിക്സിലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്നതാണ് ഈ ടോപ്പിക്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ആകെ 2 നമ്പേഴ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഹൈയും ഒന്ന് ലോ. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആണ്, ലോ എന്ന് പറഞ്ഞാൽ 0. അതായത് 1ഉം 0യും മാത്രമാണ് 2 നമ്പേഴ്സ് ഉള്ളൂ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ. ഹൈക്ക് നമ്മൾ 1 കൊടുക്കുന്നു, ലോക്ക് എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ നോട്ട് ഗേറ്റിനെ പറഞ്ഞു. നോട്ട് ഗേറ്റ് വിളിക്കുന്ന ഒരു പേരാണ് ഇൻവേർഷൻ ഗേറ്റ്. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ആകെ ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ, അതിനെ വിളിക്കുന്ന പേരാണ് നോട്ട് ഗേറ്റ്. അതായത് ഹൈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ ഔട്ട്പുട്ട് കിട്ടും? ലോ വാല്യൂ കിട്ടും. ലോ വാല്യൂ കൊടുത്താൽ ഹൈ വാല്യൂ കിട്ടും. അപ്പൊ നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവും, 1 ആയി കഴിഞ്ഞാൽ 0 ആവും. ഇനി അടുത്തതാണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ഗേറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും 0 0 ആവാം, ഒന്ന് 1 0 ആവാം, 0 1 ആവാം, 1 1 ആവാം. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 0 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയിരിക്കും, 1 0 ചെയ്താൽ 0 ആണ്, 0 1 ചെയ്താൽ 0 ആണ്, 1 1 മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? 1 വരും. ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് പറഞ്ഞാൽ അഡീഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണുള്ളത്. അപ്പോൾ 0 0 വരുമ്പോൾ 0, 0 1 വരുമ്പോൾ 1, 1 0 വരുമ്പോഴും 1, 1 1 കൂട്ടിക്കഴിഞ്ഞാൽ 0 1 ക്യാരിയാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 ഗേറ്റുകൾ. അടുത്ത 2 ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗേറ്റ് ആണ്, നാൻഡും നോറും. ആൻഡ് പ്ലസ് നോട്ട്, അതായത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടായി കൊടുക്കുന്ന ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് നാൻഡ് ഗേറ്റ്. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 0 0 1 ആണ്. അത് നോട്ടിലേക്ക് പോകുമ്പോൾ എന്ത് വരും? 1 1 1 0. അതായത് എവിടെയൊക്കെയാണോ ലോ വാല്യൂ വന്നത് അതിന്റെ ഇൻവേർഷൻ ആണ് അത് സംഭവിക്കുന്നത്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എവിടെയൊക്കെ 0 വന്നോ അതെല്ലാം 1 ആവും, 1 വന്നത് എന്താവും? 0 വരും. നോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എല്ലാം കൊണ്ടുപോയി നോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഓറിൽ എവിടെയൊക്കെ 0 വന്നോ അതെല്ലാം 1 ആവും, ഓറിലെല്ലാം എവിടെയൊക്കെ 1 വന്നോ അതെല്ലാം 0 ആവും. അപ്പോൾ നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ 1 0 0 0 ആണ്. ഇനി എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണ്. 2 ഇൻപുട്ടും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ലോ ആവും. ആ വിളിക്കുന്ന ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സോർ ഗേറ്റ്. അതിന്റെ നേരെ വിപരീതമാണ് എക്സ്നോർ ഗേറ്റ്. 2 ഇൻപുട്ടും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്ന ഗേറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്നോർ. 2 ഇൻപുട്ടും ഒരുപോലെ, അതായത് സിമ്മട്രിക്കലായി ഐഡന്റിക്കലായി വരുമ്പോൾ മാത്രം എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കിട്ടുന്നതിന് നമുക്ക് എന്ത് പറയാം? എക്സ്നോർ ഗേറ്റ് എന്ന് പറയുന്നു. ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, ബേസിക് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ആൻഡ് ഓർ. നോട്ട് പറഞ്ഞാൽ ഇൻവേർഷൻ ഗേറ്റ് ആണ്, ആൻഡ് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഗേറ്റ് ആണ്, ഓർ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്. അത് കഴിഞ്ഞ് അടുത്ത 2 ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ്, അതായത് നാൻഡും നോർ. നാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് പ്ലസ് നോട്ട്, നോർ എന്ന് പറഞ്ഞാലോ ഓർ പ്ലസ് നോട്ട്. ഓക്കെ.
അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ് റെക്ടിഫയർ. എന്താണ് റെക്ടിഫയർ? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എ സിനെ ഡി സി ആക്കുന്ന ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. നമുക്ക് ഇവിടെ ചോദിച്ചുള്ള ചോദ്യം ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഫിഗർ 4 ഡയോഡ് ഉണ്ട്, മിഡിലായിട്ട് റെസിസ്റ്റർ ഉണ്ട്, പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ ഈ എ സി സപ്ലൈ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എ സിനെ ഡി സി ആക്കിയിട്ടല്ല കിട്ടേണ്ടത്. അപ്പോൾ എ സി കൊടുക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1ഉം അതുപോലെ ഡയോഡ് D2 എന്തായിരിക്കും? ഡയോഡ് D1ഉം അതുപോലെ ഡയോഡ് D3 എന്തായിരിക്കും? ഫോർവേഡ് ബയാസ് ആയിരിക്കും. അതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സപ്ലൈ കൊടുത്തു, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, 230 സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 12 വോൾട്ടൊക്കെ നമുക്ക് ആക്കിയിട്ടുണ്ട്. ആ വോൾട്ടേജ് എങ്ങനെ പോകുന്നത്? അതിൻ്റെ സപ്ലൈ എങ്ങനെ പോകുന്നത്? എ എന്ന ടെർമിനൽ വഴി D1 ലോഡ് Rൽ D3 B. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അടുത്ത പെയർ റെസിസ്റ്റർ വർക്ക് ചെയ്യുന്നു. എങ്ങനെയാണ്? ബിയിൽ നിന്ന് തുടങ്ങി D2 Rൽ D4 A. അതിൻ്റെ വേവ് ഫോം ആണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു റെക്ടിഫയർ ആണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. 4 ഡയോഡാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു സൈക്കിളിൽ ഒരു പെയർ റെസിസ്റ്റർ, ഒരു സൈക്കിളിൽ ഒരു പെയർ ഡയോഡ് വർക്ക് ചെയ്യുന്നു. അടുത്തത് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഹാഫ് വേവ് റെക്ടിഫയർ, അതായത് ആകെ ഒരു ഡയോഡ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എ സി ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു റെക്ടിഫയർ ആണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് ഒരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കറണ്ട് കൊടുക്കുകയുള്ളൂ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും. ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ ഒഴുകുന്നത്, അതായത് പാത്ത് ട്രേസ്ഡ് ബൈ ദ കറന്റ് ഈസ് നോൺ ആസ് ഇലക്ട്രിക് current. Path traced by magnetic flux is known as magnetic circuit. അതായത് ഇലക്ട്രിക് സർക്യൂട്ടിലൂടെ ഒഴുകുന്നത് ഇലക്ട്രിക് കറന്റ് ആണെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഉണ്ടാവുക മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും. ഇലക്ട്രിക് സർക്യൂട്ടിൽ EMF ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF ആയിരിക്കും, മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ്. പിന്നെ ഇലക്ട്രിക് കറന്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആംപിയർ ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിനെ മെഷർ ചെയ്യുന്നത് വെബർ ആയിരിക്കും. ഇനി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഡിസൈഡ് ദ കറന്റ് ഇൻ കണ്ടക്ടർ. എത്ര ഇലക്ട്രോൺസ് ഒഴുകുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഒരു കണ്ടക്ടറിലൂടെയുള്ള കറന്റിന്റെ ഒഴുക്കിനെ നമ്മൾ തീരുമാനിക്കുക. ഇനി നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആയിരിക്കും ഒരു ഫ്ലക്സിനെ ഡിസൈഡ് ചെയ്യുക. പിന്നെ ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസ് ആയിരിക്കും. റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? കറന്റിന്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ റിലക്റ്റൻസ് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും കഴിഞ്ഞ് നമുക്ക് എന്ത് പറയാം? റിലക്റ്റൻസ് എന്ന് പറയുന്നു. താങ്ക് യു.